SIR ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. വോട്ടുകൊള്ളയിലൂടെയാണ് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചതെന്നും നെഹ്റുവാണ് രാജ്യത്ത് വോട്ടുകൊള്ള തുടങ്ങിയതെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. സഭയിൽ ആഭ്യന്തരമന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. BJP നടത്തിയ വോട്ടുകൊള്ളയെക്കുറിച്ച് അമിത്ഷാ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചു. सबसे पहली घटना हुई आजादी के बाद देश का प्रधानमंत्री तय करना था। तय कौन करना था? तो उस वक्त के जितने प्रांत थे इसके कांग्रेस के अध्यक्षों ने उनके एक एक वोट से तय होना था। अब 28 वोट श्री सरदार पटेल को मिले और 2 वोट जवाहरलाल नेहरू जी को मिले। और साहब प्रधानमंत्री जवाहरलाल जी बने। मान्यवर दूसरे प्रकार की वोट चोरी और नैतिक तरीके से चुनाव जीते, ऐसी वोट चोरी भी भूतकाल में एक बार हुई थी। श्रीमती इंदिरा गांधी रायबरेली से चुनी गई। इलाहाबाद हाईकोर्ट में श्री राजनारायण पहुंचे कि चुनाव नियमों के अनुसार नहीं हुआ। इलाहाबाद हाईकोर्ट ने ये तय कर दिया कि श्रीमती गांधी ने उचित तरीके से चुनाव नहीं जीता है, हम इसको रद्द कर देते। मान्यवर ये भी वोट चोरी थी, बहुत बड़ी वोट चोरी थी। सर ये आपने अगर अमित शाह जी का रिस्पॉन्स देखा तो ये कंप्लीटली डिफेंसिव रिस्पॉन्स है, ये घबराया हुआ रिस्पॉन्स है, ये डरा हुआ रिस्पॉन्स है। आप सुनिए पूरी बात प्लीज मानिए। नो सच्चा रिस्पॉन्स नहीं है। माननीय गृह मंत्री जी, സജു തോമസ് ചേരുന്നു. സജു, എന്തൊക്കെയാണ് സഭയിൽ നടക്കുന്നത്? ധന്യ, SIRുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ ലോക്സഭയിൽ പൂർത്തിയായിരിക്കുകയാണ്. വലിയ തോതിലുള്ള വാഗ്വാദങ്ങളും വാക്പോരുമാണ് കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ലോക്സഭയിൽ ഉണ്ടായത്. പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇന്നിപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട മറുപടി പറഞ്ഞത്. കൃത്യമായി രാഹുൽ ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായത്. രാജ്യത്ത് ആദ്യത്തെ വോട്ടുകൊള്ള നടത്തിയത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനുശേഷം രണ്ടാമത്തെ വോട്ടുകൊള്ളയാണ് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ 1980 രാജ്യത്ത് അനധികൃതമായി വോട്ട് ചെയ്തത് സോണിയാഗാന്ധിയാണ്. അങ്ങനെ മൂന്നാമത്തെ വോട്ടുകൾ നടത്തിയത് സോണിയാഗാന്ധിയാണ് എന്നുള്ള വലിയ പരാമർശങ്ങൾ പോലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇന്നിപ്പോൾ അമിത്ഷാ ഉയർത്തിക്കൊണ്ടായി. പ്രത്യേകിച്ച് കോൺഗ്രസിന് കൃത്യമായിട്ടുള്ളൊരു നേതൃത്വമില്ല. ആ നേതൃത്വം ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് തോൽക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോലുമുള്ള വലിയ വാദപ്രതിവാദങ്ങൾ ലോക്സഭ ഉണ്ടായി. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തിൽ ഹരിയാനയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അമിത്ഷാ ഉയർത്തിയത്. ഹരിയാനയിൽ രാഹുൽ ഗാന്ധി ചില കള്ളങ്ങൾ ഉയർത്തി. ആ കള്ളങ്ങളൊക്കെയും കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ വിജയം BJP സ്വന്തമാക്കിയത്. പ്രത്യേകിച്ച് BJP വിജയിക്കുന്നിടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വോട്ടുകൊള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത്. അതിൽ കൃത്യമായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. VD സതീശനും V ശിവൻകുട്ടി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കൾ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിജയിച്ച കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വോട്ടുകൊള്ള നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതായത് വയനാട് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞാണ് അമിത്ഷാ ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തിയത്. അതായത് 2 വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ 2 വോട്ടുകളുള്ള നേതാക്കളുടെ പേര് പോലും BJP ഉയർത്തി കാട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു പ്രതികരണവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. T സിദ്ദിഖ് അടക്കമുള്ള നേതാക്കന്മാരുടെ പേര് ഉയർത്തിക്കാട്ടിയായിരുന്നു ഇപ്പോൾ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായത്. കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നേതൃത്വമില്ലായ്മ അത് തന്നെയാണ് വലിയ തോതിലുള്ള തോൽവിക്ക് കാരണമായിട്ടുള്ളത്. ഇന്ത്യ സഖ്യ നേതാക്കളും ഇത് ഏറ്റുപിടിക്കുകയാണ്. പ്രത്യേകിച്ച് EVM 2004 വന്നു. പക്ഷേ 2014 മുതൽ BJP വിജയിക്കുന്നിടങ്ങളിൽ മാത്രമാണ് ഈ വോട്ടുകൊള്ളയും അതോടൊപ്പം തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ
പോരായ്മയെ പറ്റി പറയുന്നത് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ ഉയർത്തി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കരിനീരിലാക്കുന്ന വലിയ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ട്. പക്ഷേ അതൊന്നും സാധൂകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ ആയിട്ടില്ല. രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസനാവുകയാണ്. അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ രാഹുൽ ഗാന്ധി പരസ്യമായി തന്നെ അമിത്ഷായെ വെല്ലുവിളിക്കുകയാണ്. താൻ നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ താൻ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അത്തരത്തിൽ ഒരു തയ്യാറാകൽ അല്ലെങ്കിൽ അത്തരത്തിൽ താങ്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുകയല്ല തന്റെ ജോലി, അല്ലെങ്കിൽ താങ്കൾ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ ഉയർത്തേണ്ട എന്നാണ് അമിത്ഷാ മറുപടിയായി നൽകിയത്. താൻ സഭയിൽ എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉന്നയിക്കണം എന്നുള്ള തീരുമാനിക്കുന്നത് താനാണ്, രാഹുൽ ഗാന്ധി അല്ല തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞാണ് അമിത്ഷാ ആ വിഷയത്തിൽ നിന്നും തെന്നിമാറി. അത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ 1 മണിക്കൂർ ലോക്സഭയിൽ ഉണ്ടായത്. എന്തായാലും 10 മണിക്കൂറാണ് SARമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭയിൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചയിൽ വന്ദേ ഭാരതത്തിന്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോലും രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും ജവഹർലാൽ നെഹ്റുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും അമിത്ഷായുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിന് സമാനമായിട്ടുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്നും ലോക്സഭയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ബംഗാളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന രീതിയിലാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഇരു സഭകളിലും നടത്തിയതെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പക്ഷേ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വന്ദേ മാതരത്തെ അപമാനിക്കുകയാണെന്നാണ് BJP ഇപ്പോൾ സഭയിൽ വ്യക്തമാക്കിയത്. എന്തായാലും SARമായി ബന്ധപ്പെട്ട ചർച്ച പൂർത്തിയായിരിക്കുകയാണ്. ഈ ചർച്ചയുടെ ഏറ്റവും ഒടുവിലായിട്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുകയാണ്.